സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കാണാറുള്ള ആഡംബര വീടുകളൊക്കെ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു കുടുംബ സന്ദർശനത്തിനിടെ ഒരു ഉൾവഴികളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഒരു വലിയ വീട് കാണുന്നുണ്ട്. അത് പണി പൂർത്തിയാക്കിയിട്ട് പോലുമില്ല, തേപ്പ് കഴിഞ്ഞിട്ട് പോലും ഇല്ല. ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വില അല്ലെങ്കിൽ വ്യാപ്തി വരുന്ന ഒരു 3 നില വീടാണ് ഞാൻ കാണുന്നത്. സാധാരണ നമ്മളൊക്കെ 2 നില വീടല്ലേ പറയാറുള്ളത്. അത്ര സെറ്റപ്പുള്ള സംവിധാനങ്ങളൊക്കെ അതിലുള്ളു. അപ്പോൾ ഞാൻ അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു പ്രാദേശികമായ ഒരു സഹോദരൻ പറയുകയാണ്, അത് ആ വീടിൻ്റെ ഉടമ മരണപ്പെട്ടിട്ടുണ്ട്, അല്ല അദ്ദേഹത്തിന് കൊന്നതാണ്. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഒരു മണി ചെയിൻ ബിസിനസ്സായിരുന്നു. അപ്പോൾ തിരിച്ച് കസ്റ്റമേഴ്സിന് പണം കിട്ടാതെ വരികയും പ്രോഫിറ്റ് കിട്ടാതിരിക്കുകയും അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ അവസാനം ആൾ നാട് വിടുകയും അങ്ങനെ ഔട്ട് ഓഫ് നമ്മളെ സ്റ്റേറ്റായിട്ട് പുറത്തെവിടെയോ വെച്ചുകൊണ്ട് അയാളെ പോയി പിടിക്കുകയും അവിടുന്ന് അത് അടിപിടി കലാശിക്കുകയും ആൾ മരണപ്പെടുകയും ചെയ്തു. അയാൾക്ക് അതിലേതായിരുന്നാലും താമസിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രതികൾ തൻ്റെ പണം തിരിച്ചു കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രതികൾ ഈ കേസോടുകൂടെ അവർ ജയിലിലാവുകയും ചെയ്തു. പിന്നെ അതിന് പുറമെ ഇനിയിപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച്, ആ വീടിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ആ വീട് ആർക്കും ആസ്വദിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കാണുന്നില്ല. കേസിലാണ് ഇപ്പോൾ നിലവിൽ അതുള്ളത്. മക്കൾക്കുമില്ല, കിട്ടും തോന്നുന്നില്ല. എവിടേക്ക് എത്തും എപ്പോഴെത്തും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥ ഞാനതിങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, നമുക്ക് സമ്പത്ത് എന്നുള്ളത്, വീട് എന്നുള്ളത്, സൗകര്യങ്ങൾ എന്നുള്ളത് മനുഷ്യന് അനുഭവിക്കാനും ആസ്വദിക്കാനുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലാകുമ്പോൾ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് തനിക്കോ തൻ്റെ ബാക്കിയുള്ളവർക്കോ ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത രൂപത്തിലായി പോവുകയും വലിയ അപകടങ്ങൾ തന്നെ സംഭവിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ ഇസ്ലാം വച്ചിരിക്കുന്ന വ്യവസ്ഥയുടെ ഹലാലൻ ത്വയ്യിബ എന്ന് പറഞ്ഞതുപോലെ അതിനെ ആസ്വദിക്കാൻ കഴിയുള്ളൂ, അതിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. തെറ്റായ വഴികളിലൂടെ, മോശം വഴികളിലൂടെ ഉണ്ടാക്കിയ ഏത് ആസ്വാദനവും പെട്ടെന്ന് തകരുന്നു. അതിന് അധികകാലം ആയുസ്സില്ല എന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ ആ സംഭവം വെച്ച് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് നിന്നപ്പോഴേ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വഴികളിലാണ് ആളുകൾ ഓടിയെത്തുന്നത്. അതിൻ്റെ ദുരന്തമാണെങ്കിലോ ഒരുപാട് കാലത്തേക്കുള്ള ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പണം എന്നുള്ളതും സൗകര്യങ്ങൾ എന്നുള്ളതും ഒരു മനുഷ്യന് ആസ്വദിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അതെടുത്ത് ആസ്വദിച്ച് ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് അടിപൊളി പാത്രങ്ങളും ഫ്ലാസ്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് തൊടൂല. അതൊക്കെ എപ്പോഴും തൊടുന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വരട്ടെ, വിരുന്നേരൊക്കെ വരുമ്പോൾ അന്ന് തുറക്കാനുള്ളതാണ്. ശരിക്കും അതൊക്കെ എല്ലാവർക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ശരിക്കും സുരക്ഷിതമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക സംവിധാനങ്ങളല്ലാതെ വന്നാൽ കാണുമ്പോൾ നല്ല പ്രൗഢിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് മനസ്സുകൊണ്ടത് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് എനിക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് ദുനിയാവിൽ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അതെ. ഇനി ഇപ്പോൾ ഒരാൾ കുറേ സമ്പാദിച്ചു, നമ്മൾ ഇതിൻ്റെ ഒരു വേറെ വശം പറഞ്ഞാൽ ഒരാൾ കുറേ സമ്പാദിച്ചു, ഹലാലായ സമ്പാദ്യം തന്നെയാണ് എന്ന് വിചാരിക്കുക. പക്ഷേ അയാളും കുടുംബമൊക്കെ വിദേശത്ത് നിന്ന് മടങ്ങുന്നതിനിടയിൽ ഒരു ആക്സിഡൻ്റായി അവർ മരണപ്പെട്ടു. അയാൾക്കോ കുടുംബത്തിനോ മക്കൾക്കോ ഒന്നും അത് ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും പരലോകത്തെങ്കിലും അത് ആസ്വദിക്കാം. അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടേയിരിക്കും, സംശയമൊന്നുമില്ല. അത് മറ്റാരെങ്കിലുമൊക്കെ അത് അനുഭവിക്കും. ഇനി ആ വീട് തന്നെ തകർന്നു പോയി എന്ന് വിചാരിക്കുക, അയാൾക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷേ പരലോകത്ത് അയാൾക്ക് നഷ്ടമല്ല. നെയ്യത്തുണ്ടായിരുന്നു. ദുനിയാവിൽ വെച്ച് ഹലാലായ രൂപത്തിലല്ലാതെ സമ്പാദിച്ചു കഴിഞ്ഞാൽ, തെറ്റായ വഴിയിലൂടെ ഒരു മുതൽ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് പരലോകത്തും ആസ്വാദനമല്ല. അപ്പോൾ ദുനിയാവിലും നഷ്ടം, പരലോകത്തും നഷ്ടം. ദുനിയാവല്ലാഖിറ എന്നൊക്കെ പറയും. ഇപ്പോൾ ദുനിയാവിൽ വെച്ച് ഇത്തരം തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് രണ്ടു കൂട്ടരും കേട്ടോ, പണമുണ്ടാക്കിയ ആളും അയാളെ പോയി ഉപദ്രവിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ കൊല്ലാനൊന്നും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് പിടിക്കണം, ഒന്ന് ഞെട്ടിക്കണം, പേടിപ്പിച്ച് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഉദ്ദേശിച്ച് നിയമം കയ്യിലെടുത്ത് കൈകാര്യം ചെയ്ത ആളുകളും അവർക്കും ദുനിയാവിൽ അത് നഷ്ടമായില്ല. മാത്രമല്ല ഒരു കൊലപാതകത്തിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള തെറ്റാണല്ലോ. ഒരാൾ നമ്മൾ കാരണത്താൽ കൊല ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ മഹാപാപങ്ങളിൽ പെട്ടല്ലോ, 7 മഹാപാപത്തിനകത്ത് പെട്ടു. അത് പിന്നെ ഒരു സഹാബിയുടെ അരികിലേക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, കൊലപാതകം ചെയ്തയാൾക്ക് എന്താണ് പാപമോചനമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ
എൻ്റെ ഓർമ്മ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ്. അല്ലാഹു അക്ബർ. കൊലപാതകയ്ക്ക് പാപമോചനമോ എന്ന് ഗൗരവത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അദ്ദേഹം ചെയ്യേണ്ട നന്മയായ വശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഉമ്മയ്ക്ക് കൂടുതലായി നീ പരമാവധി സേവനം ചെയ്യുകയാണ് വേണ്ടത്, അങ്ങനെ അത്ര വലിയ നന്മ ചെയ്താൽ മാത്രമാണ് നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സൂറത്തുൻ നിസാ വായിക്കുമ്പോൾ അതിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആയത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം ഒരാളെ കൊന്നാൽ ഫജസാഉഹു ജഹന്നം, പിന്നെ പറഞ്ഞ 4 കാര്യം വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ മുഹീന. അവനെ ശപിച്ചിരിക്കുന്നു, കോപിച്ചിരിക്കുന്നു, അവന് വേണ്ടി നരകം തയ്യാറാക്കിയിരിക്കുന്നു, കഠിനമായ ശിക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കൊലപാതകത്തിന് ഇനി എന്ത് കാരണങ്ങൾ പറഞ്ഞാലും മനുഷ്യർ പരസ്പരം നടത്തുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എത്ര വലിയ ആപത്തായിരിക്കും ഉണ്ടാകും എന്നുള്ളത് ആ ആയത്തുകൊണ്ട് പഠിപ്പിക്കപ്പെടും. എനിക്ക് ദുനിയാവിൽ ഒരു നേട്ടമുണ്ടാകും, ഞാനിതിലൂടെ നന്മ കൊയ്യും എന്ന് വിചാരിച്ചിട്ടാണ് പണം തെറ്റായ വഴിയിലൂടെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിലും അത് പിടിച്ചു വാങ്ങാൻ, എൻ്റെ അവകാശമാണ്, അത് പിടിച്ചു വാങ്ങാൻ ചെല്ലുന്ന ആളാണെങ്കിലും എനിക്കിതിലൂടെ നേട്ടം കിട്ടും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിലൂടെ ദുനിയാവിൽ വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് തീർച്ചയായും നമ്മളെത്തണം. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ.